നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വേദവാക്യം ആരെങ്കിലും ഒരാളെടുത്തൊന്ന് വായിച്ചിട്ട്. ഗലാത്യലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾ വായിക്കുമ്പോ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഒരാളോട് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വേദവാക്യം. 3:25. അപ്പോസ്തലപ്രവൃത്തി 3:25. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. അടുത്തത് അടുത്ത വാക്യം വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. അവൻ കുതിച്ചെഴുന്നേറ്റും നടന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്റെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നുള്ള ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ഞങ്ങളുടെ കൂടെ വഴി നടത്തുമാറാകണമെന്നുള്ള ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി നന്ദി പറയുന്നു. വലിയ ദൈവമഹത്വം ഞങ്ങളുടെ മേൽ അവിടുന്ന് വെളിപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ആ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമ്മൾ അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമിനോട് ദൈവം അരുളിച്ചത് ചില കാര്യങ്ങളിൽ, അബ്രഹാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടത്, അബ്രഹാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടത് എന്ന് നമ്മുടെ ചിന്തയോടുകൂടെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മളത് കേൾക്കാനിടയായി തീർന്നു. അബ്രഹാം ഊർ എന്ന പട്ടണത്തിൽ പാർക്കുന്ന സമയത്ത് ദൈവം അരുളി ചെയ്തത്, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തേക്ക് വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണമെന്ന് ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ മറ്റാരോടും ആലോചന ചോദിക്കാതെ അബ്രഹാം ദൈവത്തിന് വേണ്ടി ഇറങ്ങാനിടയായി തീർന്നു. പൂർണ്ണനായിരിക്കുന്ന ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം യാത്ര ചെയ്യാനിടയായി തീർന്നു. അബ്രഹാമിന്റെ യാത്രയുടെ വലിയ പ്രത്യേകത ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എവിടെയെല്ലാം കൂടാരം അടിച്ചിട്ടുണ്ടോ ആ കൂടാരങ്ങളിൽ അടിക്കുന്നിടത്തെല്ലാം യഹോവയുടെ നാമത്തിൽ ആരാധന കഴിക്കുന്നതിനു വേണ്ടി ഒരു യാഗപീഠം പണിതുണ്ടാക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഈ മരുയാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ യാത്രയിൽ ആരാധനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് അബ്രഹാം സ്തോത്രം വരുന്ന തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കൂടാരങ്ങളിൽ മാറ്റി മാറ്റി അടിക്കുന്നതിനനുസരിച്ച് ആത്മാവിൽ ഉള്ള ആരാധന അല്ലെങ്കിൽ യാഗങ്ങൾ കഴിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അനുദിനമായത് വെളിപ്പെട്ടു വരാനിടയായി തീർന്നു. അപ്പൊ യാഗവും ആരാധനയും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം, റോമാലേഖനം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ പഴയ നിയമത്തിനകത്ത് കാള, ആട്, അവൻ അങ്ങനെയുള്ളതായിരിക്കുന്ന മൃഗങ്ങളെ യാഗവസ്തുവായി യാഗപീഠത്തിന്റെ മേൽ വെക്കുമ്പോ പുതിയ നിയമത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം തമ്പുരാൻ അവൻ പൗലോസിലൂടെ അരുളി ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. വായിച്ചേ 12:1. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സൽ
തിരിച്ചറിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്തേക്ക് വരുന്ന കാളയ്ക്ക് ആട്ടുകൊറ്റനോ അല്ലെങ്കിൽ കുറുപ്രാവിനോ ഒന്നും പ്രാധാന്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ തന്നെ യാഗവസ്തുവിന്റെ മേൽ, യാഗപീഠത്തിന്റെ മേൽ വെക്കുക. ആമേൻ, സ്തോത്രം. യാഗപീഠത്തിന്റെ മേൽ തീ കത്തണം. എന്തു തീയാണ് കത്തേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ. നമ്മൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മേൽ ആത്മാവിന്റെ തീ ശക്തമായി കത്താനിടയായി തീരണം. അഭിഷേകത്തിന്റെ നിറവിലുള്ള ആരാധനയാണ് അതിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടത് അവൻ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് ഒരു പ്രാധാന്യം അദ്ദേഹം കൊടുക്കാനിടയായി തീർന്നു. പിന്നീട് ഇങ്ങോട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവൻ ദൈവിക വാഗ്ദത്തങ്ങൾ അനുസരിച്ചുകൊണ്ട് താൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ അവൻ തന്റെ ജീവിതത്തിനകത്തും ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്തൊക്കെ കടന്നു വരും. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് മഹത്വപ്പെടി അവൻ സ്തോത്രം. പ്രയാസങ്ങളുടെ നടുവിൽ വിളിച്ചിറക്കിയവൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നിട്ടില്ല. പിന്നെയോ അവന്റെ പ്രതിസന്ധി സമയങ്ങളിൽ അബ്രഹാമിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? ദൈവത്തിൻ്റെതായിരിക്കുന്ന ആലോചന കേട്ട് ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ട് ഈ ലോകത്തെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ സ്തോത്രം, ആ സ്നേഹത്തിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളെ നോക്കി എനിക്ക് ആത്മാവിൽ ഒരു ദൂത് കൈമാറാനുണ്ട്. നിന്റെ പ്രയാസഘട്ടങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ വിളിച്ചവൻ, നിന്നെ വേർതിരിച്ചവൻ, നിന്നെ പേരിൽ വിളിച്ചവനായിരിക്കുന്ന ആ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യം നിനക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വേദനയുടെ നിമിഷങ്ങൾ, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങൾ, അവൻ സ്തോത്രം ആരോടും ഒരു കാര്യവും പങ്കുവെക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ തേടി വരികയാണ്. ഒരുപാട് തലങ്ങളിൽ അബ്രഹാമിനോട് സ്തോത്രം, അബ്രഹാമിനോട് ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഒരു വാക്യം ഒന്ന് വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം ഒന്ന് വായിച്ച്, 17-ന്റെ 1 മുതൽ ഒന്ന് വായിച്ച്. 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിന് 99 വയസ്സായപ്പോ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. കരമുയർത്തി ദൈവത്തിന് ഒന്ന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. ഇപ്പൊ നോക്കിക്കേ, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് 24 വർഷങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ ആലോചന കേട്ടുകൊണ്ട് ദൈവത്തിന്റെ നിറവിൽ അവൻ സ്തോത്രം, ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം അബ്രഹാം യാത്ര ചെയ്തു. എത്ര വർഷം? കഴിഞ്ഞ 24 വർഷങ്ങൾ ദൈവത്താൽ അവൻ സ്തോത്രം ഇടപെട്ട് നടക്കാനിടയായി. ഒരുപാട് സംഭവങ്ങൾ ഇതിനിടയിൽ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ സന്ദേശം പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ ദൂതനെ പറഞ്ഞു വിട്ടെന്നല്ല, ഒരു വ്യക്തിയെ പറഞ്ഞു വിട്ടെന്നല്ല, സ്വർഗം ചായിച്ച് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവന്റെ കൂടാരത്തിനകത്തേക്ക് ഇറങ്ങി വരാനിടയായി തീർന്നു. നമ്മളുടെ തോപ്പിൽ കൂടാരം അടിച്ചിരിക്കുമ്പോൾ പ്രയാസം അവൻ ഒരു ഭാഗം തലതല്ലുന്നുണ്ട്. എന്താണെന്നറിയാമോ പ്രയാസം? അവൻ ഈ അധ്യായങ്ങൾ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അബ്രഹാം
പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ വായിച്ചത്? അടുത്ത് വായിച്ചേ. അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം. സ്തോത്രം. ഞാൻ സർവശക്തിയുള്ള എന്ന് വെച്ചാൽ, എടാ, നിന്റെ ജീവിതത്തിനകത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ എനിക്ക് രക്ഷിക്കാൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. ആ മേഖലയിലേക്ക്, ഏത് മേഖലയിലേക്ക് നീ കടന്നു പോയാലും എനിക്ക് നിന്നെ വിടുവിക്കാൻ കഴിയുമെന്ന് സ്വർഗം പറയുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നേരിടുന്ന സകല വിഷയങ്ങളും, എന്റെ ജീവിതത്തിനകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന സകല മണ്ഡലങ്ങളെയും ജയിക്കുവാനും ജയിപ്പിക്കുവാനും കഴിയുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവത്തെ കണ്ടാണ് ഞാൻ ഇറങ്ങിയത്. അവനെയാണ് ഞാൻ സേവിക്കുന്നത്, അവനോട് കൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയങ്ങളും എന്നെ തൊടുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ലെന്ന് വിശ്വാസമുള്ളവർ ഇന്ന് പകലിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം നീ കടന്നു വന്നിരിക്കുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ അടുക്കലല്ല, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ വെളിപ്പെട്ട് നിൽക്കുന്ന മേഖലയിലാണ് നീ കടന്നു വന്നിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ അറിയുന്ന, നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ മനസ്സിലാക്കുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 99 വയസ്സായി പ്രത്യാശയെല്ലാം വാങ്ങി, ഇനി എന്റെ ജീവിതത്തിനകത്ത് ഇനി യാതൊരു വിധമായിരിക്കുന്ന ഒരു ഉയർപ്പുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് എബ്രഹാം ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അബ്രഹാമിന് പ്രത്യക്ഷനാകുകയാണ്. എത്ര പേർക്ക് അനുഭവമൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്? ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം അത് നമ്മളത് അനുഭവമൊക്കെ പ്രാപിക്കണം. അനുഭവമൊക്കെ ജീവിതത്തിനകത്തുണ്ടെങ്കിലേ ഏതു മേഖലയിലൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയത്തുള്ളൂ. ഏതു മേഖലയിലൂടെയും നമുക്ക് ജയിച്ചു മുന്നേറാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അനുഭവം ഇതിനകത്ത് വലിയൊരു കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് സ്വർഗം ഇറങ്ങി നിന്നിട്ട് പറയുന്നു, വൽക്കൊണ്ട് അവരുടെ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ച് വേഗത്തിൽ. എനിക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, ഞാനൊരു നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, നിന്നെ ഞാൻ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. സ്തോത്രം. മതി. ദൈവം പറയുന്ന ഒരു പദം കേട്ടോ. 99 വയസ്സായി നിൽക്കുന്ന അബ്രഹാമിനെ നോക്കി പറയുകയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. സാധ്യതകൾ മുഴുവനും അടഞ്ഞു കിടക്കുമ്പോൾ, സാഹചര്യങ്ങൾ മുഴുവനും എതിരായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു പ്രത്യാശ അവന്റെ ജീവിതത്തിനകത്തില്ല. ഇനി എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എന്ന് അബ്രഹാം ഉറച്ചു തീരുമാനമെടുത്ത് നിൽക്കുന്നതിന്റെ നടുവിൽ സാഹചര്യങ്ങൾക്ക് അവൻ വിപരീതമായിട്ട് കർത്താവ് ആലോചന വിളിച്ചു പറയുകയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഈ 2024 മെയ് മാസം അവസാന ഞായറാഴ്ച നിൽക്കുമ്പോ ആത്മാവിൽ ഈ ദൂത് ഞാൻ ആത്മാവിൽ പിടിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു ദൈവസഭയുടെ ആമേസ്തോത്രം അതിരുകളെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വിശാലമാക്കാൻ പോകുന്നു. നിന്റെ കുടുംബജീവിതത്തിന്റെ അതിരുകളെ സ്വർഗം വിശാലമാക്കാൻ പോകുകയാണ്. നിന്റെ സകല മേഖലകളെയും അത്ഭുതമാക്കി മാറ്റാം. എന്റെ ദൈവത്തിൽ നിന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിരിക്കുന്ന തർക്കങ്ങളുമില്ല. എടാ, പറയുന്നത് ദൈവമാണെങ്കിൽ, പ്രവചന ദൂത് തരുന്നത് ദൈവമാണെങ്കിൽ, ആലോചന പറയുന്നത് ദൈവമാണെങ്കിൽ, വചനം നൽകി തരുന്നത് ദൈവമാണെങ്കിൽ, ദൈവത്തിന് അതിനെ പ്രവർത്തിക്കാൻ കഴിയും. എങ്ങനെ നല്ല അവൻ എന്ത് ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നടക്കും. അതിന് സാധ്യതകൾ ഒരു തടസ്സമല്ല.
അതിന് സാഹചര്യങ്ങൾ ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഇപ്പോഴുള്ള സിറ്റുവേഷൻ അതിന് തടസ്സമല്ല. ദൈവം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. ദൈവം ആശീർവദിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം ആശീർവദിക്കും. ദൈവത്തിന്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കാനിടയായിത്തീരും. സ്തോത്രം. അപ്പോ ഈ പ്രായം ചെന്നിരിക്കുന്നവന്റെ അടുക്കിലേക്ക് ദൈവം ആലോചനയായിട്ട് കടന്നു വരുന്നു. ആലോചന പറയുമ്പോ അബ്രഹാമിന്റെ മനോഭാവം ഒന്ന് നോക്കിക്കേ. എങ്ങനെയാണ് വായിച്ചേ? അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവം അവനോട് അരുളി ചെയ്തതെന്നാൽ, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല, എനിക്ക് നിന്നെ ഇനി അബ്രാം എന്നല്ല വിളിക്കേണ്ടത്. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം ഇരിക്കണം. അബ്രഹാം എന്നിരിക്കണം. സ്തോത്രം. വായിച്ചതാണ് വേഗത്തിൽ വായിച്ചത്. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. ആമേൻ. സ്തോത്രം. അത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. രാജാവെന്നല്ല ബഹുവചനമാണ് പറയുന്നത്. സ്തോത്രം. നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. സ്തോത്രം. അതിന് യാതൊരു വിധമായിരിക്കുന്ന തടസ്സങ്ങളില്ല. ഞാൻ ആത്മാവിൽ ദൈവസഭയ്ക്ക് ഈ ആലോചന ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളിൽ നിന്ന് അനേക സുവിശേഷകന്മാർ എഴുന്നേൽക്കും. അനേക പ്രവാചകന്മാർ എഴുന്നേൽക്കും. നിങ്ങളിൽ നിന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന് മഹത്വം ദേശത്തെ പിടിച്ചു കൊടുക്കുന്ന ആമേൻ സ്തോത്രം ദൈവത്തിന് മഹത്വം ദൈവദാസന്മാർ എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ഈ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം എന്നോട് ആത്മാവിൽ പ്രവചിക്കാൻ പറയുന്നു. ഈ ഉണങ്ങിയ അസ്ഥിയെ നോക്കി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. ഈ സൂര്യനെ നോക്കി ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ ആമേൻ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കും. ഏറ്റവും ഉണങ്ങിയ അസ്ഥിയുടെ നടുവിലേക്ക് ചുറ്റി ചുറ്റി നടന്നുകൊണ്ട് ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ചിലത് സൈന്യമായി എഴുന്നേൽക്കാൻ പോകുന്നു. ഏതൊക്കെയോ മേഖലകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത്, ഏതൊക്കെയോ ഭവനത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ അവൻ സ്വർഗത്തിന്റെ ദൈവം തമ്പുരാൻ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. അപ്പോ ഒരു നിയമമൊക്കെ ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൽ സ്തോത്രം അബ്രഹാമിനോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ താഴെ വായിച്ചേ. ഞാൻ നിനക്ക് നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിനാ ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. അടുത്തത്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ. എല്ലാവരും നോക്കിക്കേ. അബ്രഹാമിന് 99 വയസ്സ്. കൂടെ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നുന്നത്. ആ 99 വയസ്സുള്ള ഒരപ്പച്ചന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്ന അരുളപ്പാട്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതിക്ക് ജനിക്കാതിരിക്കുന്ന സന്തതിക്ക് ദൈവം തമ്പുരാൻ സ്വന്തമായി ചില ദേശങ്ങളെ കാണിച്ചു ഒരുക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ കരുതൽ നിങ്ങളൊന്ന് നോക്കുക. ദൈവം തമ്പുരാൻ പറയുകയാണ്, നിന്റെ സന്തതിക്ക് ഞാൻ ചില ദേശങ്ങളെ കൈവശമായി കൊടുക്കും. സ്തോത്രം. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു,
നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാൻ തയ്യാറാണെങ്കിൽ, അവൻ സകലവും വിട്ട് ഈ ദൈവത്തെ അനുഗമിക്കാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ആലോചന വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ സന്തതിക്കൂടെ വേണ്ടി കരുതുവാൻ എന്റെ ദൈവം തമ്പുരാൻ ശക്തനാണ്. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്റെ തലമുറ എന്ത് ചെയ്യാനിടയായി തീരും? അവൻ കാനാൻ ദേശത്ത് വന്ന് പാർക്കാനിടയായി തീരും. കാരണം ഞാൻ അവർക്ക് വേണ്ടി ചിലത് ആധാരം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അബ്രഹാമേ, നീ എന്റെ ശബ്ദം കേട്ട് നീ സകലത്തെയും വിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങിയില്ലേ? നീ സകലത്തെയും വിട്ട് എന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചില്ലേ? ഞാൻ നിന്റെ തലമുറയ്ക്കൂടെ ഉള്ളത് കരുതിയിട്ടുണ്ട്. ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തെ ശക്തമായി സേവിക്കാൻ പറയുന്നത്. അവൻ സ്തോത്രം, സകലത്തെ വിട്ട് ദൈവത്തെ സേവിക്കാൻ പറയുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മേഖലയിലൂടെയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. അബ്രഹാമിന് സന്തതി ജനിക്കുന്നതിന് മുമ്പ്, അവൻ തലമുറകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, ഇസ്ഹാക്ക് ജനിക്കുന്നതിന് മുമ്പ്, യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ്, യാക്കോബ് 12 ഗോത്രമായി മാറുന്നതിന് മുമ്പ്, ആ ഗോത്രങ്ങളിൽ 1000 ജനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അവൻ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അബ്രഹാമിന്റെ മുഖത്ത് നോക്കി വാഗ്ദത്തം വിളിച്ചു പറയുന്നു, നിന്റെ സന്തതിക്കുള്ള ദേശം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആധാരം എഴുതി കൊടുക്കാൻ പോകുകയോ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നീ ദൈവത്തെ സേവിക്കുന്നത് സത്യമാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് സത്യമാണെങ്കിൽ, സകലത്തെയും വിട്ട് ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കരുതാനിടയായി. പിന്നെ ഒരു കാര്യം ദൈവത്തിന് നിർബന്ധമുണ്ട്. കരയിലുമല്ല വെള്ളത്തിലുമല്ലാത്ത അനുഭവമാർഗം ഉണ്ടാകരുത്. 2 വെള്ളത്തിൽ കാല് വെക്കാൻ പാടില്ല. സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചാലും, കാടാണെങ്കിലും മേടാണെങ്കിലും, തമിഴിലും ആണുണ്ട്, കാടാണാലും മേടാണാലും അവൻ സ്തോത്രം, ഞാൻ ഈ കർത്താവിനെ പിൻപറ്റുമെന്നകത്ത് അവൻ ദൃഢമായൊരു തീരുമാനമുണ്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തെ തടയിടുവാൻ, നിന്റെ വിഷയത്തിന് മേൽ തടയിടുവാൻ ഒരന്ധകാര ശക്തിക്കും സ്വർഗത്തിന് ദൈവം തമ്പുരാൻ അനുവാദം കൊടുക്കത്തില്ല. നീ യാത്ര ചെയ്യുന്നത് കാടാണെങ്കിലും മേടാണെങ്കിലും, അവൻ സ്തോത്രം മുള്ളു നിറഞ്ഞ അനുഭവമാണെങ്കിലും, ഒറ്റപ്പെടലിൽ അവൻ കൂടെയാണെങ്കിലും, സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാലനം അത് നിന്റെ മേൽ വെളിപ്പെടാനിടയായി. വിശ്വസിക്കുന്നവൻ അക്കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അബ്രഹാമിന് സന്തതി ജനിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവനോട് പറഞ്ഞു, ആമേൻ, അബ്രഹാമേ, ഞാൻ അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ പിന്നെ എന്താ ചെയ്യുക? എന്റെ മുമ്പിൽ നിഷ്കളങ്കമായി നീ നടക്കുക. എന്റെ മുമ്പിൽ നീതിയോടെ നീ ജീവിക്കുക. നിന്നെ തകർക്കുന്നതിന് വേണ്ടി പലവിധമായിരിക്കുന്ന മേഖലകളിൽ ഇടപെടും. പലവിധമായിരിക്കുന്ന മേഖലയുടെ നീ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ നീ ഭയപ്പെടാതെ നീ കർത്താവിന് വേണ്ടി നിൽക്കണം. അബ്രഹാം എവിടെയെല്ലാം പ്രയാസപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവന് പ്രത്യക്ഷമായിട്ടുണ്ട്. എവിടെയെല്ലാം ആശയക്കുഴപ്പത്തിനകത്ത് നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ അരുളപ്പാടുകൾ അബ്രഹാമിനോട് അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നീ ഒരു ആശയക്കുഴപ്പത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നോടുള്ള ആലോചന നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം അത് വെളിപ്പെടുത്തി തരാനിടയായി. വിശ്വസിക്കുന്നുണ്ട്. കടമയുയർത്തി ദൈവത്തിന് സ്തോത്രം പറയുന്നത്. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. നീ ഒരു ആശയക്കുഴപ്പത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ എനിക്ക് പറയാൻ കഴിയും, നീ ഒരു ആശയക്കുഴപ്പത്തോടെ പോകാൻ വിളിക്കപ്പെട്ടവളല്ല. അബ്രഹാം, നീ ഒരു ആശയക്കുഴപ്പത്തോടുകൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവനല്ല. പിന്നെയോ ദൈവത്തിന്റെ ആലോചന പ്രകാരം കടന്നു പോകാനാണ്.
ഉള്ള സംഭവം എന്നാണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിനെ മാത്രം അനുഗ്രഹിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ലക്ഷ്യം. ദൈവത്തിന്റെ ആഗ്രഹവും അതല്ല. വായിച്ച നിങ്ങളൊരു വാക്യോടെ ഉൽപ്പത്തി പുസ്തകം 18 വാക്യം വായിച്ചു. 17:18. ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളി ചെയ്തത് അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് ഇസ്ഹാക്ക് എന്ന പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ ഞാൻ നിത്യ നിയമമായി ഉറപ്പിക്കും. ഇസ്മായേൽ അബ്രഹാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരു കാര്യം പറയുന്നു, നിന്റെ സന്തതി ഇസ്മായേൽ ബാക്കിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അല്ല, നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിച്ചു. അടുത്തത് ഇസ്മായിലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിപ്പിക്കും. മതി. 18:19 വായിച്ചു. 18:19. അതിന് ദൈവം അരുളി ചെയ്തത് അല്ല, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യ നിയമമായി ഉറപ്പിക്കും. 18:19 ഇസ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതിയെന്ന്. മതി. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതിയെ കൊണ്ട് തന്നെ എനിക്കൊരു സ്തോത്രം നിയമം ചെയ്യാറുണ്ട്. എന്താ നിയമം എന്ന് ചോദിച്ചാൽ, സ്തോത്രം അബ്രഹാമിന്റെ വിളിക്കകത്ത് കിടക്കുന്നത് അബ്രഹാമിനെ മാത്രം അനുഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ കാണുന്നത്. അബ്രഹാമിലൂടെ സകല ജനവും അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് ഒന്ന് സ്തോത്രം പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഈ അബ്രഹാമിനോട് കൂടെ ദൈവം തമ്പുരാൻ നടക്കുന്നത്? എന്താണ് ഈ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് സാധ്യതകളെല്ലാം മങ്ങിയപ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്തുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം പറഞ്ഞൊരാലോചന അത് ദൈവത്തിന് പിൻവലിക്കാൻ കഴിയത്തില്ല. അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായിത്തീരും. കരമുയർത്തി ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ്, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, അവൻ ഒരിക്കലും അത് പിന്മാറി പോകത്തില്ല. സ്തോത്രം. അത് പിന്നീട് നടക്കത്തില്ലെന്ന് പറയത്തില്ല. 12-ാം അധ്യായത്തിനകത്ത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു വലുതാക്കും, നിന്നിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചു, നിന്റെ സന്തതിയെ കൊണ്ട് സകല ജനത്തെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വാഗ്ദത്തമായി വിളിച്ചു പറയുമ്പോൾ, അബ്രഹാമേ, നിന്റെ ജീവിതം എത്രത്തോളം സ്തോത്രം പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിലും, നിന്റെ ശരീരം എത്രത്തോളം സ്തോത്രം അതിന്റെ നിർജീവ അനുഭവത്തിനകത്തേക്ക് കടന്നുപോയാലും, എനിക്കെന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കണം. എനിക്കെന്നോട് സ്തോത്രം നിന്നോട് പറഞ്ഞ ആലോചന അത് നിവർത്തീകരിച്ചു തരണമെന്ന് ദൈവം സ്തോത്രം അബ്രഹാമിനോട് ഇടപെടുകയാണ്. കാലം എത്ര കഴിഞ്ഞു പോയെന്ന് പറഞ്ഞാലും, സമയം എത്ര മുന്നോട്ട് കടന്നു പോയെന്ന് പറഞ്ഞാലും, ഒരു കാര്യം ഉറപ്പാണ്. എന്താ കാര്യം ഉറപ്പ്? നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ സ്വർഗത്തിലെ ദൈവം അതുപടി ചെയ്യാനിടയായി തീരും.
ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. അവൻ സ്തോത്രം. കാലം കടന്നു പോയിട്ടില്ല കേട്ടോ, സമയങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്ത വിഷയങ്ങൾ ഇനി എന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുമോ എന്നുള്ള ഭാരമൊന്നും നമ്മളെ ഒന്നും അലട്ടേണ്ടെന്നേ. പിന്നെ എന്താണ്, ദൈവം വിശ്വസ്തനാണ് നിന്ന് പകൽക്കാലം എണ്ണിക്കൊണ്ട് അവന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ട് അവനോട് ചേർന്ന് നടക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അവൻ അബ്രഹാമേ, അന്ത്യസമയത്തും ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ ശക്തനാണ്. ഈ പകൽക്കാലം എന്റെ സ്തോത്രം, ഇത്രയും വർഷമായിട്ട് എന്റെ ജീവിതത്തിനകത്ത് ഒരു വാഗ്ദത്തം ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ലല്ലോ, ഇതുവരെയും എന്റെ ജീവിതത്തിനകത്ത് ഒരു വാഗ്ദത്തം കണ്ടിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, ഈ ദിനം നിനക്കുള്ളതാണ്. ഈ 2024 നിന്റെ അനുഗ്രഹത്തിന്റെ ദിനമാണ്. ഈ 2024 എന്ന് പറയുന്നത് നിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ വർഷമാണെന്ന് ആത്മാവിനോട് പ്രവചിച്ചു പറയാൻ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം അത് നിശ്ചയമായി എന്റെ ജീവിതത്തിനകത്ത് ചെയ്യാൻ പോകുകയാണ്. അപ്പം അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ഇനി അബ്രഹാമിന്റെ സന്തതികൾക്ക് അത് കൈമാറണം. ദേശത്ത് ചുങ്കം പിരിച്ചു കൊണ്ടിരുന്ന സഖായി എന്ന പേരിലുള്ള ഒരു മനുഷ്യനുണ്ട്. അവൻ ചുങ്കം പിരിച്ചവൻ വലിയ ധനാഢ്യനായി മാറി, ധനവാനായി മാറി. പക്ഷേ അവന്റെ വീടിന് ഇന്ന് വരെ രക്ഷയില്ല. യേശുദമ്പുരാനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അവന്റെ അടുക്കൽ വന്ന് പറയുന്നു, സഖായി നീ ഇറങ്ങി വാ, ഇന്ന് നിന്നോട് കൂടെ പാർക്കേണ്ടതാകുന്നു എന്ന് അബ്രഹാമിന് അവൻ സഖായിയോട് ദൈവം തമ്പുരാൻ അരുളി ചെയ്യുക. അവന്റെ വീടിന് രക്ഷ വന്നതിന് ശേഷം, അവന്റെ മാനസാന്തരത്തിന് ശേഷം ദൈവം തമ്പുരാൻ പറയുന്നത് പാറമുണ്ട്, ഇവൻ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ഈ വീടിന് എന്തു വന്നു? രക്ഷ വന്നു. 18 സംവത്സരമായി പിശാച് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാത്തതായിരിക്കുന്ന ഒരു സഹോദരിയെ നോക്കി ദൈവം തമ്പുരാൻ നമുക്ക് വിടുതൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൾ അബ്രഹാമിന്റെ സന്തതിയല്ലോ. അപ്പൊ വാഗ്ദത്തങ്ങളും വാഗ്ദത്ത വിഷയങ്ങളും ആരുടെ മേലാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ സന്തതികളുടെ മേൽ. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവന്റെ മേൽ വാഗ്ദത്തമുണ്ട്. അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ പാരമ്പര്യമായി ഒഴുകിക്കെട്ടിയതായിരിക്കുന്ന വാഗ്ദത്ത വിഷയങ്ങൾ അവന്റെ മേൽ കടമുണ്ട്. ജീസസ് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എന്റെ മേലും ഒരു വാഗ്ദത്തം ചലിക്കുന്നുണ്ട്, എന്റെ മേലും ദൈവത്തിന്റെ അരുളപ്പാടുകളുണ്ട്, എന്റെ മേലും ദൈവികമായിരിക്കുന്ന വിഷയങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വാസത്തോടെ പറയാൻ കഴിയും? എന്റെ മേൽ ദൈവത്തിന്റെ കരമുണ്ട്. ഇനിയാണ് നമ്മൾ വായിച്ച 14ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നത്. വായിച്ചേ 3:14, ഗലാത്യ ലേഖനം 3:14. വായിച്ചോ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനാൽ. അപ്പോൾ അബ്രഹാമിന്റെ ഈ അനുഗ്രഹം ജാതികളുടെ മേൽ വെളിപ്പെടണമെങ്കിൽ എന്ന് വെച്ചാൽ യഹൂദനല്ലാത്ത എല്ലാവരുടെ മേലും ഈ അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ, ദൈവികമായിരിക്കുന്ന ആശീർവാദം നിന്റെ കുടുംബത്തിനകത്തേക്ക് കടന്നു വരണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിന് വേറെ വഴികളൊന്നുമില്ല. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു മാതൃകയാക്കി നമ്മുടെ മുമ്പിൽ നിർത്തി, പൊന്ന വെള്ളിയാട് മാടുകൾ
ഇതിനെയെല്ലാം അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം തമ്പുരാൻ ധാരാളമായി കൊടുത്തിട്ട് പറയുന്നു, അബ്രഹാമിനെ ഞാൻ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ അവൻ സ്തോത്രം അതിന് മറ്റൊരു മാർഗമായിട്ട് അവിടെ കാണുന്നില്ല. അവൻ അവിടെ വായിക്കുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം അപ്പോൾ അത് എവിടുന്ന് കൂടിയാ വരുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്തുയേശുവിൽ കൂടെ. എന്തെങ്കിലും മനസ്സിലായില്ല? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അവൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാനുള്ള ദൈവം നിന്നെ ആശീർവദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ കൂടെ. ഈ അവൻ ദൈവിക വാഗ്ദത്തം പറഞ്ഞത്, നിന്റെ സന്തതിയിലൂടെ ഞാൻ സകല ജനത്തെയും അനുഗ്രഹിക്കും, നിന്റെ സന്തതിയിലൂടെ സകല വ്യക്തികളെ ഞാൻ ആദരിക്കും, നിന്റെ സന്തതിയിലൂടെ ഞാൻ അവൻ അനുഗ്രഹിക്കുമെന്ന് അബ്രഹാമിനോട് മുൻകൂട്ടി കേട്ട വാഗ്ദത്തം എന്ന് പറയുന്നത് അത് മറ്റൊരു വാഗ്ദത്തമല്ല. അത് യിസ്ഹാക്കല്ല, അത് യാക്കോബല്ല, അത് യോസേഫല്ല, അത് പിന്നീട് ഇങ്ങോട്ട് കടന്നു വരുന്ന ആരുമല്ല. പിന്നെ ആരിലൂടെയാണ് ദൈവിക അനുഗ്രഹം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്നത്? ദൈവിക വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് വരുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അവൻ പൗലോസ് വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവൻ അത് ക്രിസ്തുവിൽ കൂടെയാണ് നിന്റെ മേൽ വരുന്നത്. യേശുവുമായുള്ള ബന്ധം അവൻ ബന്ധത്തിനകത്താണ്, ആ ദൈവ സ്നേഹത്തിനകത്താണ്, അവൻ ആ ദൈവിക കൂട്ടായ്മയ്ക്കകത്താണ് നിന്റെ മേലേക്ക് ഈ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത്. കരമടിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നിന്റെ മേലേക്ക് യാഗിക്കട്ട ദൈവ സാന്നിധ്യം. ഒരു കൈമാറ്റം ഇന്ന് പകൽക്കാലം നടക്കട്ടെ, ഒരു കൈമാറ്റം ഇന്ന് പകൽക്കാലം നടക്കട്ടെ. എന്താ കൈമാറുന്നത്? അവൻ ചില ആശീർവാദങ്ങൾ, അവൻ ചില നിയോഗങ്ങൾ, അവൻ ചില വെളിപ്പാടുകൾ, അവൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അത് നിന്റെ മേൽ പകരുകയാണ്. അവൻ സ്തോത്രം തലമുറയ്ക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് ക്രിസ്തുവിലൂടെ നിന്റെ ജീവിതത്തിനകത്ത് അത് നിവർത്തീകരിക്കപ്പെടുകയാണ്. തലമുറകളുടെ മേൽ അനുഗ്രഹം വെളിപ്പെടേണ്ടത് അത് നിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഈ അനുഗ്രഹം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ അത് ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. അപ്പോ നമ്മുടെ മേൽ അത് വെളിപ്പെടണമെങ്കിൽ ക്രിസ്തുവിൽ നമ്മളാകുക. ഒത്തിരി ചരിത്രം പറയണം അല്ലെങ്കിൽ ഒത്തിരി സ്തോത്രം കാര്യങ്ങൾ നമ്മൾ വിവരിച്ച് പഠിക്കണം. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ഒരുവൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിലാകണമെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയായി മാറണം. ഒന്ന് കരമുയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു. അപ്പൊ അവന്റെ പുതിയ സൃഷ്ടിയായി അവൻ മാറുക എന്ന് പറയുമ്പോ അവന്റെ ജീവിതത്തിനകത്ത് എടുപ്പും നടപ്പും പോക്കും വനവുനകത്തെല്ലാം അബ്രഹാം വിട്ടിറങ്ങിയതുപോലെ. അബ്രഹാം തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും അവന്റെ പാരമ്പര്യത്തെയും എല്ലാം വിട്ടിറങ്ങിയതുപോലെ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അവൻ പുതിയ സൃഷ്ടിയായി മാറും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ടോ? സ്തോത്രം. ചുമ്മാ ഒരാഴ്ച പള്ളി വന്ന് പിറ്റേ ആഴ്ച അനുഗ്രഹിക്കുന്നില്ല. ഇല്ലെന്ന് ദൈവത്തിന് അവന് അനുവാദം നമുക്ക് തരുന്നില്ല. പിന്നെയോ അവൻ ക്രിസ്തുവിനായാൽ മാത്രമേ എബ്രഹാമിനോട് സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ കോടാനുകോടി വർഷങ്ങൾക്ക് അവൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറും. അതിനകത്തൊരു വാക്യം പെട്ടുപോയി, അത് വായിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ക്രിസ്തുവിൽ എന്നുള്ളൊരു വിഷയം നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കാം.
അപ്പൊ ദൈവം അബ്രഹാമിനോട് ഊരെന്ന പട്ടണത്തിനകത്തു നിന്ന് വിളിച്ചിറക്കിയപ്പോൾ പറഞ്ഞ വാഗ്ദത്തം, നിന്റെ സന്തതിയാൽ സകല ജനത്തെയും അനുഗ്രഹിക്കും. സ്തോത്രം. അത് വേറെ ആരുമല്ല, അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന ഇസഹാക്കല്ല, യാക്കോബല്ല, യോസേഫല്ല, സ്തോത്രം, ദാവീദല്ല. പിന്നീട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അന്ന് വെളിപ്പെട്ട് നിന്ന വേറെ ആരുമല്ല. പിന്നെ ആരെ കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ സ്തോത്രം ക്രിസ്തുവിൽ നമ്മളാകാൻ ഇടയായിത്തീരണം. അപ്പൊ ഈ ദൈവം പറഞ്ഞ ഈ വാഗ്ദത്ത നിവർത്തീകരണം വെളിപ്പെടാൻ എത്ര തലമുറയായെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നിങ്ങൾ എടുത്ത് വായിച്ച് മത്തായി സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1:17. ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14 ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14 ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 കരമുയർത്തി. എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ? പറഞ്ഞേ. അപ്പോ 14 എത്രയായി? പറഞ്ഞേ, നിങ്ങൾ കണക്കറിയാൻ നോക്കട്ടെ. പറഞ്ഞേ, 14 22 14 എത്രയായി? 42. സ്വതന്ത്രം എത്രയാണോ? 14 12 30. അപ്പം 42. അങ്ങനെ കണക്കൂട്ടുന്നത് പെട്ടെന്ന് നമ്മൾ വേണം. 14 12 പട്ടികയൊക്കെ പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കണമായിരുന്നു. ഓരോന്നൊന്ന് 2 എന്നൊക്കെ നമ്മൾ എണ്ണുമ്പോ സ്തോത്രം. അന്ന് ഒരു പെണ്ണ ടീച്ചറുള്ള ഞങ്ങളെ കണക്ക് പഠിക്കുക നല്ല തുടങ്ങിയാൽ അടി വെച്ചിരുന്നു. സ്തോത്രം. അങ്ങനെ ആ ടീച്ചറെ പേടിച്ച് പഠിച്ച അവര് 10 പട്ടിക സ്തോത്രം ദൈവത്തിന്റെ ഭഗത്ത. അപ്പോ 42 തലമുറയ്ക്ക് സ്തോത്രം മുമ്പ് ദൈവം ഒരു വാഗ്ദത്തം അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞു. സ്തോത്രം. 42 തലമുറയ്ക്ക് മുമ്പ് നടക്കുന്ന കാര്യങ്ങൾ സ്തോത്രം. അതിനുശേഷം നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞാൽ ഇനി അടുത്ത ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാതിരിക്കുമ്പോ നിന്റെ സ്തോത്രം, നിന്റെ ഭാവിയെ കുറിച്ച്, നിന്റെ തലമുറയുടെ ഭാവിയെ കുറിച്ച്, ഇനി വരാനിരിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച് സ്തോത്രം ഇന്നലകളെയല്ല ദൈവം തമ്പുരാൻ അറിയുന്നത്. നിന്റെ ഇന്നലകളെ അറിയുന്ന ദൈവമാണ്. നിന്റെ ഇന്നുകളെ അറിയുന്ന ദൈവമാണ്. നിന്റെ നാളുകളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അവൻ അബ്രഹാം മുതൽ സ്തോത്രം ദാവീദ് മുതൽ അവൻ വരെയുള്ള 14 തലമുറകൾ. അവിടെ നിന്ന് സ്തോത്രം ദൈവത്തിന് മഹത്വം. പിന്നെ 14 അവിടെ നിന്ന് യേശുക്രിസ്തു വരെ 14 സ്തോത്രം. അങ്ങനെ 42 തലമുറയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന, ജനിക്കാനിരിക്കുന്ന അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പ്രവചിച്ചു പറയുകയാണ്. അവനെ കൊണ്ട് ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ് ദേശത്തെ മുഴുവനും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നടക്കാത്ത പ്രവചനങ്ങളൊന്നും ദൈവം തമ്പുരാൻ നിന്നോട് അരുളി ചെയ്യത്തില്ല. സാധ്യതകളില്ലാത്തടത്ത് പ്രവചിക്കുന്ന പ്രവചനങ്ങൾ അത് നടക്കാതെ പോകത്തില്ല. ദൈവം എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവദാസന്മാരിലൂടെ നിന്നോട് എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അത് സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരങ്ങളെ ചേർത്തടിച്ച നല്ല ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോ, അബ്രഹാമിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമ്പോ, അബ്രഹാമിനെ ദൈവം തമ്പുരാൻ ആശീർവദിക്കുമ്പോ അതിനകത്ത് എന്നെയും സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു, എന്നെ ആശീർവദിച്ചു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ.
പന്തൽ കമനകളുടെ ശൈലരാധന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ആമേൻ സ്തോത്രം ദൈവത്തിന് മഹത്വം. ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് അനുകൂലമായി ചലിക്കട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ കരുണ നമുക്ക് അനുകൂലമായി ചലിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗങ്ങൾ നമ്മുടെ മേൽ ഒന്ന് ചലിക്കട്ടെ. ഇന്ന് പകലിൽ ദൈവ